കണ്ണൂർ കള്ളവോട്ടിൽ നടപടി. പോളിംഗ് ഓഫീസറെയും BLOയെയും സസ്പെൻഡ് ചെയ്തു. ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യിപ്പിച്ചെന്ന LDFന്റെ പരാതിയിലാണ് നടപടി. കണ്ണൂർ 70-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗിൽ UDFന് വേണ്ടി തിരിമറി നടത്തിയെന്നാണ് പരാതി. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷാരിമ, കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിലെ ഒരു വോട്ട് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ചെയ്യിച്ചു എന്ന പരാതിയിലാണ് പോളിംഗ് ഓഫീസറെയും BLOയെയും ഇപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ അരുൺ K. വിജയൻ സസ്പെൻഡ് ചെയ്തത്. നിയമസഭാ മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കണ്ണൂർ ടൗൺ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ജില്ലാ ലോ ഓഫീസർ A. രാജ്, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ R. ശ്രീലത എന്നിവരെ ഈ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും കളക്ടർ അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വോട്ടിന്റെ സാധുത സംബന്ധിച്ചും തുടർ നടപടികളെ കുറിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമം 1951 134, ഇന്ത്യൻ ശിക്ഷാ നിയമം 171F വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇത് പോലീസാണ് ഇനി കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. കേസെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. LDF ആണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് ബൂത്ത് ലെവൽ ഓഫീസർ ആൾമാറാട്ടത്തിലൂടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. കണ്ണൂർ മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിൽ കോൺഗ്രസ് അനുഭാവിയായ അംഗൻവാടി ടീച്ചറാണ് ഇത്തരത്തിലുള്ള ഒരു ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യിപ്പിച്ചതെന്നാണ് LDFന്റെ പരാതി. BLO ഗീതക്കെതിരെയാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി, പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി കൂടിയായ N. ചന്ദ്രൻ പരാതി നൽകിയത്. ഈ കീഴ്ത്തള്ളി BKP അപ്പാർട്ട്മെന്റിൽ 86-കാരിയായ K. കമലാക്ഷിയുടെ വോട്ടാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇത് കൃത്യമായി അറിയാമായിരുന്ന BLO ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് കൊണ്ടുപോകാതെ അതേ ബൂത്തിലെ താഴെ ചൊവ്വ ബണ്ട് പാലം കൃഷ്ണകൃപയിൽ V. കമലാക്ഷിയെ കൊണ്ട് അവരുടെ വീട്ടിൽ പോയി വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ LDFന്റെ പരാതിയിൽ പറയുന്നത്. 2 വ്യത്യസ്ത വ്യക്തികളാണ് എന്ന് BLOവിന് നേരിട്ട് അറിയാം. മാത്രമല്ല V. കമലാക്ഷിക്ക് 83 വയസ്സ് മാത്രമായതിനാൽ വോട്ടിന് അവകാശവുമില്ല. BLO ഒരു വോട്ട് UDFന് ഉറപ്പിക്കാൻ ബോധപൂർവം ആൾമാറാട്ടം നടത്തി എന്നാണ് LDFന്റെ ഒരു പരാതിയിൽ ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ടുള്ളത്. അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് കളക്ടറെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും പ്രാഥമികമായ പരിശോധനയിൽ ഇതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ കളക്ടർ ഈ BLOയെയും അതോടൊപ്പം തന്നെ പോളിംഗ് ഓഫീസറെയും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സമാനമായ മറ്റൊരു കാര്യം, ഇന്നലെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട കല്യാശ്ശേരിയിലും സമാനമായ ഒരു പരാതി ഉണ്ടായിരുന്നു. അവിടെ CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയെ 1-ാം പ്രതിയാക്കി കണ്ണപുരം പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് 93 വയസ്സുള്ള ഒരു വോട്ടർക്ക് മുൻകൂട്ടി അറിയിക്കാതെ അവരെ വോട്ട് ചെയ്യാൻ സഹായിച്ചു. വോട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുകയും ചിഹ്നം ചൂണ്ടിക്കാണിക്കുകയും കൊടുക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് 5 പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ LDFനെതിരെ UDFും BJPയും വലിയ തോതിൽ ആയുധമാക്കിയിരുന്നു ആ സംഭവം. അതിന് തൊട്ട് പിന്നാലെയാണ് UDFിലും ഇത്തരത്തിലുള്ള ആൾമാറാട്ടത്തിലൂടെ കള്ളവോട്ടിന്റെ ഒരു പരാതി വന്നിരിക്കുന്നത്. അതിൽ അന്വേഷണം നടത്താനും ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുമുള്ള തീരുമാനം എടുത്തതിലൂടെ അതിലും കഴമ്പുണ്ട് എന്ന കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ LDFനെതിരെ വലിയ തോതിൽ ഈ കള്ളവോട്ട് പ്രചരണവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പരസ്യമായ പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ദൈവം വിചാരിച്ചാലും CPMന്റെ കള്ളവോട്ട് തടയാൻ കഴിയില്ല എന്നാണ് K. സുധാകരൻ ഇതിനോട് പ്രതികരിച്ചത്. പക്ഷേ സമാനമായ രീതിയിൽ UDFനെതിരെയും പരാതി വന്നത് UDF നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് LDF കൺവീനർ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് കല്യാശ്ശേരിയിൽ ഉണ്ടായത്. അവിടെ ഈ വീട്ടിലെത്തി വോട്ട് ചെയ്യുന്നതിന് വോട്ടർമാരെ സഹായിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അനുവാദം നൽകിയിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അറിയില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയായി ഇതിനെ കാണാൻ കഴിയില്ല. ഒറ്റപ്പെട്ട ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് EP ജയരാജൻ അതിനോട് പ്രതികരിച്ചത്. ഷാരിമ.